ഇനി തയ്യാറാക്കാൻ പോകുന്ന തേങ്ങ വറുത്തരച്ചുള്ള കടച്ചക്ക കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്, 20 ചെറിയുള്ളി, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 3 വറ്റൽമുളക്, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, അരമുറി തേങ്ങ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 4 ഗ്രാമ്പു, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് തേങ്ങ വറുത്തരച്ച കടച്ചക്ക ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കടച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. തൊലി എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം കടച്ചക്കയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3-4 തവണ നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം കടച്ചക്കയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയിൽ നിന്നും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കാം. കുക്കർ അടുപ്പത്ത് വെക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ ഇത് വേവിക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പം പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂപ്പിക്കുമ്പം നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ വറുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് ഞാൻ ഈ മൂപ്പിക്കുന്നത്. ഞാനിതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി മല്ലിയോ വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. വറ്റൽമുളക് ഒരു 5 മല്ലി ഒരു 3 ടേബിൾ സ്പൂണും ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇനി പൊടികൾ ചേർക്കുകയാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. ഞാനിപ്പം പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും അവസാനം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. പാൻ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ പാനിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക തണുക്കുന്നവരെ. അപ്പോൾ തേങ്ങ വറുത്തതൊക്കെ
തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ചൂടായി വന്നിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടച്ചക്ക വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ്. ഉള്ളിക്കൊക്കെ ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറവുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം വെക്കാം. അപ്പം കടച്ചക്കയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. തുറന്ന് നോക്കാം. ഇപ്പം തേങ്ങ വറുത്തരച്ച് കടച്ചക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ വറുത്തരച്ച കടച്ചക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.